തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കേരള അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ 19 സിനിമകൾ പ്രദർശിപ്പിക്കാൻ അനുമതി നൽകിയില്ല. സെൻസർ എക്സംഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതുകൊണ്ടാണ് പ്രദർശനം മുടങ്ങിയത്. പലസ്തീൻ പ്രമേയമാക്കിയുള്ള ചിത്രങ്ങൾക്കും കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളെ വിമർശിക്കുന്ന ചിത്രങ്ങൾക്കുമാണ് അനുമതി നിഷേധിച്ചത്. ഇത് ചലച്ചിത്രമേളയെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് എന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. ഒരു കൂട്ടം ഭ്രാന്തന്മാരാണ് ആ സിനിമകൾ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. രാജ്യം അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നു എന്നതിൻ്റെ തെളിവാണ് ഇത് എന്ന് MA ബേബി പ്രതികരിച്ചു. ഉദ്ദേശിക്കപ്പെട്ട 19 ചലച്ചിത്രങ്ങൾക്ക് പ്രദർശന അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. അതിൽ പാലസ്തീൻ ജനങ്ങളുടെ ചെറുത്തുനിൽപ്പ് ചിത്രീകരിക്കുന്ന നമ്മെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്ന പലസ്തീൻ ചിത്രങ്ങൾ ഏതാനുമുണ്ട്. അത് കാണിക്കാൻ പാടില്ലെന്നാണ് ഒരു കൂട്ടം ഭ്രാന്തന്മാർ ആ തീരുമാനമെടുത്ത് ഇന്ത്യയിലെ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കീഴിൽ പ്രവർത്തിക്കുന്ന INB മിനിസ്ട്രിയിലെ ആളുകൾ ആരാണോ ആ തീരുമാനമെടുത്തത് അവരെ ഭ്രാന്തന്മാർ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത് അവരെ യഥാർത്ഥത്തിൽ വിശേഷിപ്പിക്കേണ്ട വാക്ക് ഉപയോഗിക്കുന്നത് എന്റെ സംസ്കാരത്തിന് യോജിക്കാത്തതുകൊണ്ടാണ്. ഈ ചലച്ചിത്രമേളയെ തന്നെ അട്ടിമറിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇത് ഭരണഘടനാദത്തമായ ഫെഡറൽ തത്വങ്ങളുടെ ലംഘനം കൂടിയാണ്.